പ്രിയമുള്ള നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന നമ്മുടെ പ്രദേശം മണ്ണുകൊണ്ടും തൊഴിൽ മേഖലയെ കൊണ്ടൊക്കെ വളരെയേറെ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഈ പ്രദേശത്ത് ഞാൻ അധ്യക്ഷ പ്രസംഗം കുറിച്ച് കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മളെല്ലാം കരുതിയിരിക്കുന്ന, മനസ്സുകൊണ്ട് കരുതിയിരിക്കുന്ന ഒരു ചരിത്ര പ്രധാനമായ ദൗത്യമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ കേൾക്കാൻ സാധ്യത ഉണ്ടായത്. പലപ്പോഴും നമ്മുടെ പ്രദേശത്തെയും ജനങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ മനസ്സുകൊണ്ട് വേദന ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയേറെ സന്തോഷകരമായ അനുഭവം നമ്മുടെ മേഖലയിൽ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീർഘ നേരത്തെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അള്ളാഹുവിൻ്റെ നാമമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ വലിയ ആശയമാണ് നമ്മുടെ മുമ്പിൽ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മുമ്പും ഇതിൻ്റെ സ്കൂളിൻ്റെ ഭാരവാഹികൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ വന്ന് എനിക്കറിവുള്ള രീതിയിലുള്ള ചില പ്രഭാഷണങ്ങൾ നടത്തുവാനും സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വേദിയിൽ കൃത്യമായി വരുവാനും നിങ്ങളോട് 2 വാക്ക് പറയാനും ഉള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് അല്പം പനിയുണ്ട്, സൗണ്ട് കുറേശ്ശെ പോയിട്ടുണ്ട്. അതെന്തെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് മനസ്സ് തോന്നുമ്പോഴാണ് ഞാൻ ഓടി വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ പോലെയുള്ളൊരു ജീവിതം, മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ പല രീതിയിലും ഉണ്ടെങ്കിൽ പോലും മനുഷ്യ സ്നേഹത്തിൻ്റെ സ്പർശനം നമ്മളൊക്കെ അർപ്പിതമാക്കുന്ന രീതിയിലുള്ള ഒരു അള്ളാഹുവിൻ്റെ നാമം വളരെയേറെ പ്രധാനപ്പെട്ട ബഹുമാനയോടെ കാത്തു സൂക്ഷിക്കുന്ന പ്രദേശമാണ്. ഈ നാമത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനും മുന്നോട്ട് പോകാനും കഴിയേണ്ടതുണ്ട്. നമ്മൾ ഓണൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് കെടുക്കുവാനും താമസിക്കുവാനും ഉയർന്ന നിലവാരത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ നാടിനെ മാറ്റിവയ്ക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. ഞാൻ ലോകത്തെ കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പഴയകാല ചരിത്രങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഴയ കാലത്തൊക്കെ ഒരു ചെറിയ കുടുംബത്തൊക്കെ ഒരു വിദ്യാഭ്യാസം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വളരെയേറെ കഷ്ടപ്പാടും ദുരിതമുള്ള കാലഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. പക്ഷേ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ പ്രദേശത്തെ ഉള്ള ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊണ്ട് ഈ സമൂഹത്തിനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്നുള്ള ചരിത്രപരമായ ദൗത്യമാണ് നമ്മുടെ കേരള സംസ്ഥാനം പങ്കുവച്ചിട്ടുള്ളത്. ഒട്ടനവധി ഇപ്പോൾ ഏകദേശം 3.25 കോടി ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാനും മാതൃകപരമായ മാറ്റങ്ങളിലൂടെ എങ്ങനെയൊക്കെ തന്നെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെപ്പോഴുള്ളത്. കിടന്നുറങ്ങാൻ ഒരു സ്ഥലം വേണം, കൂടാതെ ഒരു പട്ടിണിയില്ലാതെ പരസ്പരം സന്തോഷത്തോടെ ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഇടപെടലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെ കുറേശ്ശെ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ട്. പല രീതിയിൽ പലരും ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും അങ്ങനൊരു അവസരം നമ്മുടെ കേരളം രൂപീകരിക്കുന്ന ശേഷം, നമുക്കറിയാം കേരളം രൂപീകരിക്കപ്പെടുന്നത് 1956-ലാണ്. 56-ന് മുമ്പൊക്കെ നമ്മുടെ ചുറ്റുപാടുകളും പ്രദേശങ്ങളുമൊക്കെ സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു. നിരന്തരമായ പോരാട്ടത്തിൽ കൂടി വലിയ മാറ്റം വലിയൊരു മാറ്റം നമ്മുടെ കേരള സംസ്ഥാനത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനമായൊരു വിഷയമാണ് നമ്മുടെ അടുത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ മാറ്റങ്ങളിൽ കൂടി പല ഭാഷയിലും, ഞാൻ പല സ്ഥലത്തും പല ഭാഷയുമായി ബന്ധപ്പെട്ട് ഇടപെടാറുണ്ട്. പക്ഷെ പൂർണ്ണമായി പല ഭാഷകളും സംസാരിക്കാൻ ചില സമയങ്ങളിൽ കഴിയാറില്ല. ശ്രമം ചില സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മളത് പറയാറ്. എന്നിരുന്നാലും നമ്മുടെ മാതൃഭാഷ, നമ്മുടെ കേരളത്തിൻ്റെ മാതൃഭാഷയിൽ വലിയൊരു മാറ്റം നമുക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുടുംബത്തെ കുട്ടികളെ എങ്ങനെ ഉയർന്ന രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കപ്പെടുന്നത്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ചിന്ത. എൻ്റെ മനസ്സിലുള്ള ചിന്ത നിങ്ങളുടെ ചിന്തയും അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
വിദ്യാഭ്യാസ രംഗത്ത് എത്ര സ്വത്തുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹനീയമായ ഒരു ആശയം എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് ആ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ, അതുപോലെ അവരുടെ ചുമതല വഹിക്കുന്ന പ്രധാനപ്പെട്ട രക്ഷിതാക്കളൊക്കെ കൂടി ആലോചിച്ച് നമ്മുടെ കുട്ടികളൊക്കെ ഏറ്റവും ഉയർന്ന രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാവരും അംഗീകരിക്കുന്നതിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്ത് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയാൽ ഒരു കഷ്ടപ്പാടും ദുരിതമില്ലാതെ പോകാൻ കഴിയുമെന്നാണ് നമ്മുടെ കേരളത്തിലെ ചരിത്രം തെളിയിക്കപ്പെടുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അത് വളരെയേറെ ചരിത്രപ്രസിദ്ധമായ ഒരു മേഖലയാണ് നമ്മുടെ കേരള സംസ്ഥാനം. അതുകൊണ്ട് നിരന്തരമായ പോരാട്ടം നടത്തി അങ്ങനെയാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. പക്ഷേ നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഫലമായി നമുക്ക് വലിയൊരു മാറ്റം കേരളത്തിലുണ്ടായി. ആദ്യം 1957 നമ്മുടെ പുതിയ കാരണമായി ഉയർത്തിപ്പിടിച്ച ഒരു ജനകീയ പോരാട്ടത്തിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം, കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ഈ ഭാഗത്ത് നമ്മുടെ കേരളത്തിൻ്റെ മാതൃകപരമായ മാറ്റങ്ങളിൽ കൂടെ നമുക്ക് കേരളത്തിൽ 13 മന്ത്രിമാരുണ്ടായി. ആ 13 മന്ത്രിമാരിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ആശയപരമായ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് എങ്ങനെ മാറ്റിവെക്കാൻ കഴിയും എന്ന് സഭ തീരുമാനിക്കുകയുണ്ടായി. ആ സഭയുടെ തീരുമാനമനുസരിച്ച് 1957 രൂപീകരിക്കപ്പെട്ട നവംബർ മാസം രൂപീകരിക്കപ്പെട്ട മന്ത്രിസഭ തീരുമാനിച്ചു, എൻ്റെ കുട്ടികൾക്ക് ഉയർന്ന രീതിയിൽ പഠിക്കാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിൽ പോലും എൻ്റെ കുട്ടികളെ, കേരളത്തിലെ കുട്ടികളെ സൗജന്യമായി വിദ്യാഭ്യാസം കൊടുക്കാൻ അന്നത്തെ 57 മന്ത്രി, നിങ്ങൾക്ക് പേര് അറിയുമെന്ന് എനിക്കറിയില്ല, നമ്മുടെ പ്രൊഫസർ മുണ്ടശ്ശേരി മാഷ് ആണ് അന്ന് മന്ത്രിയായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടികൾക്ക് ഉയർന്നു പഠിക്കുന്നതിന് വേണ്ടി ഫീസ് കൊടുക്കാതെ പഠിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ വിദ്യാഭ്യാസം സൗജന്യമാക്കി. സൗജന്യം മാത്രമല്ല, ആ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക്, ടീച്ചർമാർക്ക് കൊടുത്തിരുന്നിട്ടുള്ള മാനേജ്മെൻറ്റിലുള്ള ശമ്പളങ്ങളായിരുന്നു. അത് മാറ്റി എൻ്റെ കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികളുടെ കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക് സൗജന്യമായി അവർക്ക് ശമ്പളം കൊടുക്കാൻ സർക്കാർ മുൻപന്തിയിൽ കൈയുയർത്തി എന്നുള്ളതാണ് ചരിത്രം. അത് ലോക ചരിത്രമാണ്. നമ്മുടെ കേരള ചരിത്രം അതല്ല, ലോകത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെ വിദ്യാഭ്യാസം മാതൃകപരമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 2 ഇപ്പം ഞാൻ MLA ആയിട്ട് 2-4 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കാലത്തിലൊക്കെ നമ്മുടെ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് സർക്കാരിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സംഖ്യ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ബഡ്ജറ്റിൽ മാറ്റിവെച്ചേക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത് അടുത്ത ദിവസം ബഡ്ജറ്റ് നമ്മുടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതിലും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റിവെക്കുന്നതിന് വേണ്ടിയുള്ള കുട്ടികളുടെ എത്ര കണ്ട് വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്ന രീതിയിലുള്ള വലിയ ചർച്ച ആരംഭിക്കുന്നുണ്ടെന്ന്. അതിന് വലിയൊരു സംഖ്യയും നമ്മുടെ ബഡ്ജറ്റിൽ വകയിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ വകയിരുത്തുന്ന പൈസ എല്ലാ ഘടകവുമായി എത്ര കണ്ട് നമുക്ക് ഉയർന്ന വിദ്യാഭ്യാസം പോകാതെ മറ്റുള്ള രാജ്യങ്ങളിൽ പോകാതെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മുടെ സർക്കാർ സ്വീകരിച്ചു വരികയാണ്. ഞാൻ വേറെ കാര്യങ്ങൾ പറയേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കേരളവും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പറയാൻ പാടുള്ളൂ. അപ്പോൾ കൊണ്ട് ആ 2 വാക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം വഹിച്ച് ഇവരെ ഏത് രീതിയിലൊക്കെയാണ് പഠിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക, അതിനായ ശാസനയുടെ പരിഹാരം നമ്മുടെ സർക്കാർ നിർവഹിക്കുന്നു. വരാൻ പോകുന്ന 17-ാം തീയതിയാണ് നമ്മുടെ വീണ്ടും സഭ ചേരാൻ പോകുന്നത്. ഏകദേശം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 40 ദിവസം സഭ നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ജനസമൂഹത്തെ സംരക്ഷിക്കുന്ന വിദ്യാഭ്യാസം മാത്രമല്ല എല്ലാ മേഖലയും നല്ല മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജനങ്ങൾ, നമ്മുടെ താല്പര്യവുമായി എത്തിപ്പെടുന്ന ജനങ്ങൾ മാറോട് രംഗത്ത് കൈവച്ചുകൊണ്ട് മാതൃകമായ മാറ്റത്തിൽ പോകാൻ കൈസഖ്യത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ സാഹചര്യങ്ങൾ ഉയർന്നു വരും. ആ ഉയർന്നു വരുന്നതിൽ നമ്മുടെ ജനപങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങളോടും നിങ്ങളെപ്പോലെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു അഭ്യർത്ഥന നടത്തിക്കൊണ്ട് എല്ലാവരോടൊപ്പം നിങ്ങളുടെ മുമ്പിൽ, എൻ്റെ മുമ്പിലുള്ളവരെയും പിന്നിലുള്ളവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു കർട്ടൻ ഞാൻ വലിക്കേണ്ടത്, അത് ഉദ്ഘാടനത്തിൻ്റെ കർട്ടനാണ്, അത് വലിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വാക്കാലുള്ള എൻ്റെ പരിമിതമായ വാക്കുകൾ കൊണ്ട് ഈ സഭ, നമ്മുടെ ഈ പറഞ്ഞ സ്കൂളിൻ്റെ വാർഷികം
എല്ലാം കൊണ്ടും സന്തോഷകരമായി ഇനിയും മെച്ചപ്പെട്ട ആരോഗ്യമായ രീതിയിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് എല്ലാവരുടെ കർമ്മത്താൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും സാക്ഷി എഴുതിക്കൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്ത പ്രകാരം നിർത്തുന്നു. നമസ്കാരം.